എടാ, ഈ മാസത്തെ ശമ്പളമൊക്കെ കൃത്യമായിട്ട് അയച്ചു തന്നോ? അതൊക്കെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഒരുമാതിരി ഭിക്ഷ തരുന്ന പോലെയല്ലേ ഇപ്പൊ തരുന്നത്. മുമ്പൊക്കെ എനിക്ക് എന്റെ പൈസ കമ്പനി അക്കൗണ്ടിൽ നിന്ന് എടുക്കാമായിരുന്നു. ഇപ്പൊ ഒരുത്തെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എല്ലാം അവളോട് മാത്രമേ പോവാവൂ. എല്ലാം ഈ വീട്ടിലെ മൂത്ത സന്താനത്തിന്റെ സ്വാർത്ഥതയാ അതിനൊക്കെ കാരണം. വരുന്നുണ്ട് അടിച്ചു പൊളിച്ചിട്ടേ. ഇനിയിപ്പോ കുറച്ചുകൂടെ അടിച്ചു പൊളിക്കും. കാരണം ഈ വീട്ടിലെ മൂത്ത മരുമോളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നല്ലോ ഇളയ മരുമോള്. അവളുടെ പാട്ടിന് പോയല്ലോ. ആഹാ, സർക്കിട്ടൊക്കെ കഴിഞ്ഞ് എത്തിയോ? എന്താ എത്തണ്ടേ? അയ്യോ, എത്തിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലേ. അല്ലെങ്കിലും എത്തരുതെന്ന് പറയാൻ ഞങ്ങളാരാ? ഇത് നിന്റെയും ഇപ്പൊ ഇവളുടെയും കൂടെ വീടല്ലേ. എന്തായാലുവേ ഇവൾക്ക് സന്തോഷാവുന്നൊരു വാർത്തയുണ്ട്. കാരണം മോൾ അവളുടെ പാട്ടിന് പോയി. ഇപ്പൊ മോൾ അവളുടെ വീട്ടിലാ. അതിനാണല്ലോ മനഃപൂർവ്വം ഇവരുമായിട്ട് ഏട്ടൻ ടൂറിന് പോയത്. എനിക്ക് അതിനൊന്നുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്നറിയാം. അതുകൊണ്ട് മനഃപൂർവ്വം മൂന്നാറിൽ പോയിട്ട് മഞ്ഞുമലയിലൂടെ നടക്കുന്ന ഫോട്ടോസും അതിന്റെ മറ്റു വിഷ്വൽസും ഒക്കെ കരുണയുടെ മൊബൈലിലേക്ക് ഇട്ടുകൊടുത്തില്ലേ, വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതിന് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യണ്ട. മഞ്ജുന്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്താൽ അവളത് ചെയ്യുമല്ലോ. അവള് ചെയ്തതായിരിക്കത്തില്ലടാ മോനെ. അവളെ കൊണ്ടേ ദേ ഇവള് ചെയ്യിപ്പിച്ചതായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഇവന്റെ പെണ്ണിനെ കൊണ്ട് മൂന്നാറിലേക്കോ ഊട്ടിയിലേക്കോ ഒക്കെ പൊക്കൂടെ? അല്ല, ഇവനെന്താ അത്രയ്ക്ക് പാപ്പരാണോ? മാസാമാസം എണ്ണി വാങ്ങുന്നത് വീട്ടു ചെലവിന് പോലും കൊടുക്കേണ്ട കാര്യമില്ല. അതെല്ലാം സ്വന്തം അക്കൗണ്ടിലേക്ക് നിറച്ചോണ്ടിരിക്കുക. അതിൽ നിന്നൊരു അംശം എടുത്ത് നിനക്ക് ടൂറിന് പോവായിരുന്നല്ലോടാ. നാളെ വീടിനകത്ത് ഞാൻ കാണുന്നുള്ള ഉറപ്പ് പോലും എനിക്കില്ല. ആ സമയത്ത് എനിക്ക് കുറച്ച് പറമ്പ് വേണം, സ്വന്തമായിട്ടൊരു വീട് വേണം. അതിനൊക്കെയുള്ള തുക പോലും ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഇല്ല. നിന്നെ ഏത് രീതിയിൽ സഹായിക്കാനും ഞങ്ങൾ തയ്യാറാ. എന്നാൽ നീ നിന്റെ സ്വഭാവം മാറ്റണം. നമ്മളെ വിശ്വസിച്ചൊരാൾ ഒരു ബിൽഡിങ്ങിന്റെ പണി നമുക്ക് തരുമ്പോ അതിനോട് 100% ആത്മാർത്ഥത നമ്മൾ കാണിക്കണം. അല്ലാതെ അവരെ മൊത്തത്തിൽ മുക്കാൻ നോക്കരുത്. എടി, നീ വരുന്നതിന് മുമ്പും കൺസ്ട്രക്ഷൻ കമ്പനി നന്നായിട്ട് പോയിട്ടുണ്ടടി. ആ, പോയതിനെ പറ്റിയൊന്നും അമ്മ കൂടുതൽ പറയണ്ട. ഇയാൾ വന്നതിന് ശേഷം ബിസിനസ് കൂടിയത്. ആൾക്കാർ കുറച്ചുകൂടെ വിശ്വാസത്തോടെ കമലേശ്വരം കൺസ്ട്രക്ഷനെ വിശ്വസിക്കാൻ തുടങ്ങിയത്. അതെ, എല്ലാം ഇവരുടെ ക്രെഡിറ്റാ. ബാക്കിയുള്ളവരുടെ അധ്വാനത്തിനും വിയർപ്പിനും ഒരു വിലയില്ല. എടാ, തലേണ മന്ത്രം വശമുള്ള പെണ്ണുങ്ങള് കല്യാണം കഴിഞ്ഞ് വന്നാലേ നട്ടലില്ലാത്ത ആണുങ്ങളെ അവര് പറയുന്നിടത്തേക്ക് വളയോടാ മോനെ. അത് ശരിയാ. ഏട്ടന് നട്ടല് നിവർത്താൻ പറ്റില്ലെന്നറിയാം. ഒരു അപകടത്തോടെ അതിന്റെ ചലനശേഷി പോയെന്നും അറിയാം. എന്നാൽ ഏട്ടന് ശരിക്കും നട്ടലില്ലെന്ന് തോന്നിയത് ഇവര് ഭാര്യയായിട്ട് വന്നതിന് ശേഷം. എന്തിനാ ഞാൻ നിർത്തുന്നത്? ഒരിക്കലും നല്ലൊരു ദാമ്പത്യ ജീവിതം ഇവർക്ക് കൊടുക്കാൻ ഏട്ടനെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ രണ്ടാളും ഒന്നിച്ചുള്ളിടത്തോളം കാലം നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരാൻ പോകുന്നില്ല. അങ്ങനെ വരുമ്പോ അമ്മയാവാൻ കഴിവുള്ളൊരു സ്ത്രീ ആ ബന്ധം വേണ്ടെന്ന് വെച്ച് അവരുടെ വഴിക്ക് ചിലപ്പോൾ പോയെന്നും വരും.
അങ്ങനെ പോകാതിരിക്കാനും എന്നും ഏട്ടന്റെ കാൽച്ചൂട്ടി തന്നെ ഇവര് കഴിയാനും വേണ്ടിട്ടാ നിങ്ങൾ ലോകത്ത് ഒരു ഭർത്താവും ചെയ്യാത്തതൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുന്നത്. തറവാട്ടിലും കമ്പനിയിലും ഒക്കെ നിങ്ങൾക്കൊപ്പം ഇവർക്ക് അധികാരം കൊടുത്തതും അതുകൊണ്ടൊക്കെ തന്നെയാ. പക്ഷെ ഒന്നോർത്തോ, ഈ അധികാരങ്ങളൊക്കെ പിടിച്ചു പറ്റിയിട്ട് ഒരു ദിവസം ഇവരെ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതം നയിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും കേട്ടോ. ഇവര് മറ്റൊരാൾക്കൊപ്പം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും കേട്ടോ. അച്ഛനാവാൻ കഴിയാത്ത ഒരു ആണിനെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്നാ ആ ഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീ അല്ല ഇവര്. അതുകൊണ്ടാ കേറി വന്ന ഉടനെ തന്നെ എല്ലാം ഇവര് പിടിച്ചടക്കിയത്. എടാ, അവൻ പറഞ്ഞതേ 100-ൽ 110% ശരിയായിട്ടുള്ള കാര്യമാ. ഇനിയിപ്പം നീ ഇവളും കൂടി അതിന്റെ പേരിൽ എന്നെ അവനെ പുറത്താക്കിയാലും ശരി, എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. അതുകൊണ്ട് ഇവളെയും കൊണ്ട് ടൂറെന്നും പറഞ്ഞ് ലോകം ചുറ്റിത്തിരിയും. അതെല്ലാം കഴിയുമ്പോ ഇവള് നിന്നെ പിന്നെ ശരിക്കും ചുറ്റിച്ചോളും. കണ്ണേട്ടാ, ഇനി വേഷം മറഞ്ഞ് നിൽക്കുന്നില്ല. ഓഫീസിലേക്ക് പോവാ. എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്തണം. നീ എന്തിനാ എന്റെ കസേര കയറി ഇരിക്കുന്നേ? ആ നെയിം ബോർഡ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇതെപ്പോഴാ ഇങ്ങനൊരു മാറ്റം ഉണ്ടായത്? ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാ ഇപ്പൊ അറിഞ്ഞു. ഉണ്ണീട്ടിന് അടുത്തൊരു ക്യാബിൻ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി മുതൽ ഈ കസേരയിൽ ഞാനായിരിക്കും. ഇതാരുടെ തീരുമാനം? എന്റെ. നിന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് എന്നെയും കണ്ടിട്ടിനെയും അടച്ചാക്ഷേപിച്ചിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വരുമ്പോ ഇങ്ങനൊരു സീൻ ഉണ്ടാവും എനിക്കറിയാം. അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇവിടെ എത്തിയത്. നിന്റെ സാലറിക്കൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അത് അതേപടി ഉണ്ടാവും. പക്ഷേ അധികാരം ഇനി അത് മഞ്ജുനായിരിക്കും. എന്നെ എല്ലാ അർത്ഥത്തിലും ഇടിച്ചു താഴ്ത്തിയാണല്ലേ? കമ്പനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെയാണ് ആവശ്യം. വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ കെട്ടിപ്പൊക്കുമ്പോ അതിൽ 1% പോലും അഴിമതി ഉണ്ടാവാൻ പാടില്ല. അമിതമായി ലാഭം ഈടാക്കാൻ പാടില്ല. കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇടയ്ക്ക് വെച്ച് ചില പേരുദോഷമൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ മാറ്റിയെടുത്തോണ്ടിരിക്കുക. ആ മാറ്റത്തിന്റെ ഭാഗമായിട്ടാ കമ്പനിയുടെ ജനറൽ മാനേജറായിട്ട് മഞ്ജു വന്നത്. ഇവൾക്ക് ഇതിനുള്ള എന്ത് യോഗ്യതയാണുള്ളത്?
യോഗ്യതയൊക്കെ ഉണ്ടായിക്കോളും. മഞ്ജുവിനെ സഹായിക്കാൻ ബാലേന്ദ്രൻ സാർ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. എന്റെ ജോലിഭാരം കുറയ്ക്കാനാ ഞാൻ മഞ്ജുവിനെ നിയമിച്ചത്. നിന്നെ വിശ്വാസത്തിലെടുത്തോണ്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. നിന്നെക്കാളും അഴിമതി വീരനായിരുന്നു നിന്റെ അമ്മാവൻ. അയാള് വീട്ടിലായതുകൊണ്ട് ഇനി ആ ഭാഗത്തേക്ക് ചിന്തിക്കണ്ട. അയാൾക്കും കൃത്യമായിട്ട് കൊടുക്കേണ്ട സാലറി കൊടുക്കുന്നുണ്ട്. നീ വെറുതെ ഇരുന്നാലും അത് കിട്ടും. പക്ഷേ ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാക്കി ഉള്ളതും കൂടെ ഇല്ലാതാക്കി കളയരുത്. ഇതിലും നല്ലത് നിങ്ങൾ എന്നെ അങ്ങ് കൊല്ലുന്നതായിരുന്നു. വേറെ ആരും അല്ലല്ലോ ഈ കസേരയിൽ ഇരുത്തിയത്, സ്വന്തം അനിയത്തിയല്ലേ. ഇവളിപ്പോ എന്റെ അനിയത്തി അല്ല. ഒരു ഭൂലോക ഫ്രോഡിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവളും ഞാനായിട്ട് ഒരു ബന്ധവുമില്ല. അതെ, ഒരു ഭൂലോക ഫ്രോഡിനെയാ ഞാൻ കല്യാണം കഴിച്ചത്. അവന്റെ ചരിത്രം മനസ്സിലാക്കിയ ശേഷം ഇപ്പൊ ജീവിക്കുന്നത് സ്വഭാവമൊക്കെ മാറ്റി നന്നായ ഒരാളിനൊപ്പോ. നീ ഇനി കൂടുതൽ ഇവിടെ കിടന്ന് സംസാരിച്ചാ ഇപ്പോ നിനക്കായിട്ട് ഇവിടെ ഒഴിച്ചിട്ടിരിക്കുന്ന ക്യാബിൻ ഉണ്ടല്ലോ, അതിൽ ചിലപ്പോ ഇരിക്കുന്നത് സാഗറായിരിക്കും. അതിനായിട്ടുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കരുത്. അവനെ എന്നെയും കണ്ണേട്ടനെയും നന്നായിട്ട് ആക്ഷേപിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. കൃത്യസമയത്ത് തന്നെയാ തിരിച്ചടി കൊടുത്തത്. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പൊയ്ക്കോ മഞ്ജു. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഇപ്പൊ തന്നെ കണ്ണേട്ടന്റെ നിലവാരത്തിലേക്ക് ഞാൻ ഉയരുന്നില്ലെന്നും പറഞ്ഞ അവള് പിണങ്ങിപ്പോയിരിക്കുന്നത്. അതിന്റെ കൂടെയാണ് ഇപ്പോ എന്നെ തരം താഴ്ത്തിയിരിക്കുന്നത്. എന്റെ മേഘട്ട മഞ്ജുവിന്റെ താഴെയാണ് ഞാനെന്നറിഞ്ഞ ഉറപ്പായിട്ടും കരുണയും ബന്ധം പിരിയും. അതിനുള്ള സാധ്യത കൂടുതലാണടാ. അവര് പ്രതികാര ബുദ്ധിയോടെ നീങ്ങുന്നത്. ഇത് കണ്ണേട്ടന്റെ തീരുമാനമൊന്നുമല്ല. മഹാലക്ഷ്മിക്ക് അധികാരം കിട്ടിയതോടെ അവരും മഹാപ്രശ്നക്കാരിയെ വന്നിരിക്കുക. എടാ, മഞ്ജു ഞാൻ കരുതിയതിനേക്കാളും സമർത്ഥയാടാ. അതിനേക്കാട്ടിലും ബുദ്ധിമാനാണ് ആ സാഗർ. അവനാദ്യം നന്നായിട്ട് അഭിനയിച്ചു. അവളെ പറഞ്ഞ് ടെക്സ്റ്റൈൽസിൽ വിട്ടിട്ട് അവൻ വളയം പിടിക്കാൻ പോയി. ആരെ ആശ്രയിക്കാതെ ഞങ്ങൾ ജീവിക്കാൻ പോവാണെന്നുള്ളൊരു ധാരണ അവനങ്ങ് പരത്തി. എന്നിട്ട് ആ കണ്ണന്റെ വിശ്വാസം പിടിച്ചു പറ്റി. അതിന്റെ റിസൾട്ടാ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് മലയ്ക്ക് പോയപ്പോ സാഗറിനെ കണ്ണൻ കൂടെ കൂട്ടിയതും എടാ അവനോട് മതിപ്പുണ്ടായതുകൊണ്ടാ. ആ സമയത്തൊക്കെ കണ്ണനെ നന്നായിട്ട് സാഗർ സ്വാധീനിച്ചു കാണും. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നിനക്ക് മുകളിലേക്ക് മഞ്ജു വന്നത്. എന്നോട് പുറത്തു പോകാൻ പറഞ്ഞിട്ടില്ല. എന്റെ ശമ്പളവും കുറച്ചിട്ടില്ല. എന്നാ പുകച്ച് പുറത്ത് ചാടിക്കാനാ അവര് നോക്കുന്നത്. അങ്ങനെ നീ പോവരുത്. എടാ മോനെ, വരുമാനം ഇല്ലാതായ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതെ, ഈ ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ജ്വല്ലറിയിൽ ഇരുന്ന സമയത്ത് കുറച്ച് അടിച്ചു മാറ്റിയതുകൊണ്ടാ ഇന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അതൊക്കെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങ് പോവും. ഓരോരുത്തന്മാരെ കൊട്ടേഷൻ ഏൽപ്പിച്ച് തന്നെ ലക്ഷങ്ങളാ പോയിരിക്കുന്നത്. അതിന് പിന്നെ നിന്റെ അമ്മായിയച്ഛന്റെ സഹായം കൂടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ കരുണ അവിടെ പോയി നിൽക്കുന്നുണ്ട്, അതും പ്രതീക്ഷിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല മേഘേട്ടാ. മഹാലക്ഷ്മിയെ തകർക്കാൻ വേണ്ടിട്ട് എന്ത് കെണിയൊരുക്കിയാലും അതിനൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാ. എങ്ങനെയും അവരെയും കണ്ണേട്ടനെയും തമ്മിൽ വേർപിരിക്കണം. എടാ, ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്നതിനപ്പുറം ഞാൻ ചെയ്തതാ. എന്നാ
ഈ മാർക്കോ എന്ന് പറയുന്ന ഒരുത്തൻ കൂടെ നടക്കുക. എടാ, അവൻ മനുഷ്യനാണോ ദൈവമാണോ എന്ന് ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, മനുഷ്യനായി പിറന്ന ആർക്കും മാർക്കോയെ തട്ടിക്കളയാൻ പറ്റില്ല. ഇതിനോടകം അവനത് തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഭയപ്പെട്ടാ എല്ലാം നഷ്ടപ്പെടുകയുള്ളൂ മേഘേട്ടാ. നോക്കട്രാ, ഒരവസരം നമുക്കായിട്ട് ദൈവം തന്നിരിക്കും. നീ ഏതായാലും കമ്പനിയിൽ നിന്നെ തരം താഴ്ത്തിയ കാര്യം കരുണയുടെ അടുത്ത് പറയണ്ട. അവരൊക്കെ ഇന്ന് ടൂറിന് പോയപ്പോ അതിന്റെ ചിത്രങ്ങൾ മഞ്ജുവാ എല്ലാവർക്കും അയച്ചു കൊടുത്തത്. അങ്ങനെയുള്ള അവൾ തന്നെ ഇതും പരസ്യപ്പെടുത്തിയാലോ? അങ്ങനെ പരസ്യപ്പെടുത്തരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ എടാ, പ്രതാപൻ അങ്കിളിനെ ഞാൻ വിളിക്കുമ്പോ ബന്ധം പിരിയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പറയാം. നീ ധൈര്യമായിട്ടിരിക്കണ മോനെ. എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിക്ക് ഒരു കെണി ഒരുക്കാൻ നമുക്ക്. എടാ, നമ്മൾ രണ്ടാളുവേ ഇപ്പൊ ഒരുപോലെയാ. നീ ബന്ധം പിരിഞ്ഞില്ലെങ്കിലും നിനക്ക് അവളെ നഷ്ടപ്പെട്ടതുപോലെയാ. അതൊക്കെ മറക്കാൻ ഒരു ദിവസം വരും. മേഘന് മാത്രമുള്ള ഒരു ദിവസം. നീ വാ, ഒന്ന് വണ്ടി കയറ്. അമ്മേ, ഞാൻ ആ മേഘനെ കണ്ടിട്ടാ വരുന്നേ. കുറച്ച് കുഴപ്പമുണ്ടമ്മേ. മോളേതായാലും ഇതിപ്പോ അറിയണ്ട. എന്താടാ, പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? കുഴപ്പം ഉണ്ടായതല്ലമ്മേ, ഉണ്ടാക്കിയതാ. അവള് ആ യക്ഷി, എന്റെ മോളുടെ ചോര കുടിച്ച് വളരുന്ന ആ യക്ഷി. അവളെന്താ ചെയ്താടാ? അല്ല, അത് അമ്മ ഇങ്ങ് വന്നേ, വന്നേ പറയട്ടെ, ഇങ്ങ് വന്നേ. ഇപ്പോ മേഘനെ വിട്ടിട്ട് ഒരുത്തി വഴിതെറ്റിപ്പോയ ഒരുത്തനോട് ഒളിച്ചോടി പോയില്ലേ, ഉണ്ണിയുടെ പെങ്ങള്. അവള് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്ക് കയറിയമ്മേ. അവളേതോ ടെക്സ്റ്റൈൽസിൽ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ പറഞ്ഞേ? ആ പണിയൊക്കെ നിർത്തിയിട്ട് കമ്പനി കയറിക്കോളാൻ അവള് പറഞ്ഞെന്ന്. ഒരു പാലമരത്തിലും തടയ്ക്കാൻ പറ്റാത്ത വടയക്ഷി. അത് ഉണ്ണിയുടെ ജോലിയെ ബാധിക്കുവോ? അവനിപ്പോ സൈറ്റിലോട്ടൊന്നും പോകുന്നില്ലെങ്കിലും കൺസ്ട്രക്ഷൻ കമ്പനിയുടെ തലപ്പത്ത് അവനല്ലേ? അല്ല, അതല്ലേ അമ്മേ ഞാൻ പറഞ്ഞു വരുന്നേ. ഇപ്പൊ ഉണ്ണിയുടെ പൊസിഷനില് ആ ക്യാബിനിൽ കയറി ഇരിക്കുന്നത് മഞ്ജുവാ. അവളുടെ താഴെയാ ഉണ്ണി. പ്രതാപ, ഇതും കൂടെ കേട്ട് കഴിഞ്ഞാ ഇന്ന് തന്നെ ബന്ധം പിരിയ മോള് പറയും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞതമ്മേ, അവൾ അറിയണ്ട. തിളച്ചു നിൽക്കുന്ന അവളെ ഇനി വെട്ടി തിളപ്പിക്കണ്ട. എനിക്കിതൊക്കെ കേട്ടിട്ടും അവളെ വെട്ടിക്കീറാനാ തോന്നുന്നേ. മലയ്ക്ക് പോയിട്ട് മരിക്കാതെ കെട്ടും മടങ്ങി വന്നില്ലേ, അതിനുശേഷമുള്ള അവളുടെ പ്രകടനമായി കണ്ടത്. ഉണ്ണിയെ മണ്ണുണ്ണിന്ന് നമ്മൾ വിളിക്കുന്നത് വെറുതെ അല്ലല്ലോ എന്റെ പ്രതാപ. അവനീ പുറമേയുള്ള വെളുപ്പ് മാത്രമേ ഉള്ളൂ, അവന്റെ ഉള്ളു നിറയെ പൊള്ളയാ. ഒരുമാതിരി മണ്ടരി ബാധിച്ച മണ്ടനാണവൻ, മണ്ണുണ്ണി. മതി, ഇനിയൊന്നും പറയണ്ട. മോള് വരുന്നുണ്ട്. ആര് മണ്ടനെന്നാ മുത്തശ്ശി പറഞ്ഞേ? അയ്യോ, മണ്ടനെന്നല്ല മോളെ പറഞ്ഞേ. മണ്ടേല ജീവിച്ചിരിപ്പുണ്ടെന്ന് ചോദിക്കായിരുന്നു മോളുടെ മുത്തശ്ശി. അതിന് മണ്ടേലെ പറ്റിയൊക്കെ മുത്തശ്ശിക്ക് അറിയോ? പിന്നെ ഞാനും പത്രം വായിക്കുകയും TV കാണുകയൊക്കെ ചെയ്യുന്നല്ലേ, എനിക്കറിയാം മണ്ടേലെ.
അങ്ങനെ ഒരു സംസാരം ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. അല്ല അത് സംസാരത്തിന്റെ മധ്യം വന്നാ. അത് തന്നെ. അമ്പലം വിഴുങ്ങി വരുന്നുണ്ട്. വിളിക്കടി, അമ്പലത്തിൽ പോയി ഞങ്ങളെല്ലാം വിളിച്ചങ്ങ് ഇരുത്ത്, എല്ലാം നശിക്കട്ടെ. നമ്മുടെ നാശവും നന്മയൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാ. മനസ്സ് നന്നായില്ലെങ്കിലേ ആരും നന്നാവില്ല.